നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന, മറക്കാൻ ആഗ്രഹിക്കുന്ന പല ഓർമ്മകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ ഒന്നായിരുന്നു 2018 പ്രളയം. കേരളം മുഴുവൻ വെള്ളപ്പൊക്കക്കെടുതി അനുഭവിച്ച മറ്റൊരു വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് പക്ഷേ മറ്റൊന്നും ഇല്ലാത്ത കാലം ആയിരുന്നു. ഇനി നമുക്ക് 2018 വരാം. അന്ന് എന്താണ് സംഭവിച്ചത്? ആ ദിവസങ്ങൾ ഒരു മലയാളിയും മറക്കില്ല എന്ന് തോന്നുന്നു. എത്രയോ പേർക്ക് വീടുകൾ, അവശ്യ സാധനങ്ങൾ എല്ലാം ഒരുപക്ഷെ ഒരു ജന്മം സമ്പാദിച്ചത് മുഴുവൻ ഒലിച്ചു പോകുന്ന കാഴ്ച ആണ് നമ്മൾ കണ്ടത്. രണ്ടാം നിലയുടെ മണ്ടയിൽ താമസിച്ചവർ ഭയന്ന് സുരക്ഷിത താവളത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരെ വന്നു. നമ്മുടെ ചെങ്ങന്നൂർ MLA വരെ ഒരു രാത്രി കയറിയതാണ്. ഹെലികോപ്റ്റർ കൊണ്ടുപോവുക, ഞങ്ങളല്ലേ മരിച്ചു പോകും എന്ന് പറഞ്ഞ 2018 കാറിയ ഒരു അവസ്ഥ വരെ വന്നു. കേരളം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇത് ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ 10-20 ദിവസം അടുപ്പിച്ചുള്ള മഴ, ഒരു മനുഷ്യന് പോലും വെളിയിലിറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടത്തെ പഴഞ്ചൊല്ല് പോലെ തുള്ളിക്കൊരുകുടം പേമാരി എന്ന ഒരു അവസ്ഥയായിരുന്നു. നമ്മുടെ അന്നത്തെ സംസ്ഥാന സർക്കാരും അത് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് വെള്ളം വേണം. ഡാമുകൾ മുഴുവൻ നിറഞ്ഞു കിടക്കണം, എന്നാലേ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡാമുകൾ മുഴുവൻ നിറയട്ടെ എന്നുള്ള അവരുടെ അന്നത്തെ ഒരു അജണ്ടയായിരുന്നു ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. നേരത്തെ മുതൽ ഇത് തുറന്നു വിട്ട് ഡാമുകൾ ശരിക്കും പറഞ്ഞാൽ തുറന്നു വിടുന്ന ഒരു സമയമുണ്ട്. അവർ തുറന്നു വിടുകയായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ വെള്ളപ്പൊക്കം ആ ഒരു സമയത്ത് വരത്തില്ലായിരുന്നു. ഒറ്റ രാത്രിയാണ് കേരളത്തിലുള്ള ഡാമുകൾ മുഴുവൻ അവർ തുറന്നു വിടുന്നത്. കുട്ടനാട്ടുകാരെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് തണ്ണീർമുക്കം ബണ്ട് നേരത്തെ തന്നെ തുറന്ന് വെള്ളം ക്രമീകരിച്ചില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിപ്പോയത്. അതുകൊണ്ടാണ് കുട്ടനാടുകൾ മുഴുവൻ നിറഞ്ഞ് വെള്ളത്താൽ ചുറ്റപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ കടൽ എപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കരജലം കടൽ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഒരു അവസരത്തിൽ തണ്ണീർമുക്കം ബണ്ട് നേരത്തെ തന്നെ തുറന്നു വെച്ച് കടലിലേക്ക് ഈ നമ്മുടെ കരജലം ഒഴുക്കേണ്ട ആ ഒരു നമ്മൾ നേരത്തെ തന്നെ നോക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ജലം ഒരിക്കലും അത്ര ഇതിൽ സംഭരിക്കരുതായിരുന്നു. ഇതൊരു ദിവസം ഡാമുകൾ മുഴുവൻ പൊട്ടിപ്പോകും എന്നുള്ള ഒരു ഭയത്താൽ സംസ്ഥാന സർക്കാരിന് വേറെ നിവൃത്തിയില്ലാതായിപ്പോയി. ഒറ്റ രാത്രി കൊണ്ട് ഇത് മുഴുവൻ തുറന്നു വിട്ട് ആ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ തുറന്നു വിടുകയാണ്. നമ്മളിത് കണ്ടതാണ്. ഇടുക്കി ഡാം തുറന്നപ്പോൾ മിലിറ്ററിക്കാരൻ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുന്ന ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു കാഴ്ചയിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ വെള്ളപ്പൊക്കം തന്നെയായിരുന്നു 2018 സംഭവിച്ചത്. അതിൻ്റെ സംഭവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതാണ്: നമ്മുടെ ഡാമുകൾ മുഴുവൻ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ, ലാഭകരമായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്.